പുതിയൊരു സാധനം നാട്ടിലെത്തിട്ട് നമ്മളത് കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ലല്ലോ. അത് മാത്രല്ല ഇതിന് പേസ് കൊടുക്കണ്ടല്ലോ. ഷിഹാബ് സംസാരിക്കുമ്പോ മുതുകാട് സർ ഞങ്ങളുടെ ദൈവമാണ്, സർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ഷിഹാബ് പറഞ്ഞേ മതിയാകൂ എന്നോട്. ഞാനൊരു സകലകലാ വല്ലഭനാണെന്നും സൽഗുണ സമ്പന്നനാണെന്നും അംബാനിയേക്കാൾ വലിയ കോടീശ്വരനാണെന്നും നീ പൊക്കിയടിക്കണം. ഇതേ കാര്യം അവിടെയും ഒരമ്മ പറയുന്നുണ്ട്. ഓ അത് ശരി. ഇതേ കാര്യം പറയുന്നവരെ മാത്രമേ അവിടെ നിർത്തുള്ളൂ. അബദ്ധം പറ്റുമോ സാർ? എങ്ങനെ അബദ്ധം? ഒന്ന് അദ്ദേഹത്തെ പോലൊരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനപരമായിട്ട് ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. ഞാൻ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: അന്തിമമായ ഒരു പോരാട്ടം വേണോ അതോ വിരട്ടി ഓടിച്ചാൽ മതിയോ? ഓരോ കാര്യങ്ങളും എനിക്ക് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും. എന്റെ ജീവനിൽ പേടിയുള്ളത് കൊണ്ടുമാണ് ഇത്രയും കാലം ഞാൻ പറയാതിരുന്നത്. അവനേതോ വേട്ടാവളിയാണ്. സിനിമയിലൊക്കെ പറയാറുണ്ടല്ലോ, വളരെ നന്നായിട്ട് ഫിലോസഫി പറയാൻ പറ്റുന്നവർക്ക്, സംസാരിക്കാൻ കഴിയുന്ന ആൾക്ക് ഒരുപക്ഷെ മനോഹരമായിട്ട് ആളുകളെ കബളിപ്പിക്കാനും സാധിക്കും എന്നുള്ളത്. നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാർ, അത് വേണ്ട, ഒന്നും പറയണ്ട. അപ്പൊ കുറെ കാര്യങ്ങൾ കണ്ടില്ല എന്ന് വെച്ച് എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഷിഹാബിന് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാം. കാറുകൾ, നക്ഷത്ര ബംഗ്ലാവുകൾ എല്ലാം നിനക്ക് സ്വന്തമാക്കാം. ഞാൻ ഇതുപോലെ എത്രയോ പേരെ രക്ഷിച്ചിരിക്കുന്നു. ഇതൊരു തൊഴിലായിട്ട് കാണാതിരുന്നാൽ മതി. വേണമെങ്കിൽ ഒരുപാട് വിദേശ യാത്രകൾ ചെയ്യാവുന്നത്. എന്തോ എങ്ങനെ അടിച്ചു നിന്റെ 32 പല്ലും കാണുന്ന കാര്യം കാത്തും. ഇങ്ങനെ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് റോഡ് സൈഡിൽ നിന്ന് പിച്ചെടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട് ജീവിച്ചാൽ അതിനേക്കാളും അന്തസ്സായിട്ട്. അത് കറക്റ്റ്. ഈ കാശിന്റെ ഇടപാടൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. എന്റെ പിതാവ് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് നന്നായി ഇപ്പൊ തോന്നുന്നില്ലേ സാറിന്? ധാരാളം.